നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേറോൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. പേറോൾ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഇപ്പോൾ പേറോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിനകത്തുള്ള എംപ്ലോയീസിന് കൊടുക്കേണ്ട സാലറി പ്രോസസ്സ് ചെയ്യുന്ന മെത്തേഡിനെയാണ്. അപ്പോൾ ഇതൊരു പേറോൾ അക്കൗണ്ടിങ്ങിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക് ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് F11 ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പനി ഫീച്ചേഴ്സിൻ്റെ പേജിനകത്താണ് പോവുക. അപ്പോൾ ഇതിൽ നമ്മുടെ പേറോൾ വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അക്കൗണ്ടിങ്ങും ഇൻവെൻറ്ററിയും ടാക്സേഷൻ മാത്രം കാണുന്നുള്ളൂ, പേറോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഷോ മോർ ഫീച്ചേഴ്സ് പറയുന്നത് ഒന്ന് യെസ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ പേറോൾ വരുന്ന സെക്ഷൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഷോ ഓൾ ഫീച്ചേഴ്സിൻ്റെ ഇവിടെ ഒന്ന് യെസ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പേറോൾ വരുന്ന ഓപ്ഷൻ കാണാം. ഇതിനകത്ത് മെയിൻറ്റെയിൻ പേറോൾ പറയുന്നത് യെസ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ എനേബിൾ പേറോൾ സ്റ്റാറ്റുറ്ററി പറയുന്നത് യെസ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേറോളിൻ്റെ സ്റ്റാറ്റസ് ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇതിൽ കമ്പനി കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. യെസ് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കമ്പനി ഫീച്ചേഴ്സിനകത്ത് പേറോളിൻ്റെ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്തു. പേറോൾ അക്കൗണ്ടിങ്ങിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഒരു എംപ്ലോയി കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് പേറോൾ മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ എംപ്ലോയി കാറ്റഗറി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ എംപ്ലോയി കാറ്റഗറി ക്രിയേഷൻ പേജ്. ഇതിനകത്ത് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ കാറ്റഗറി പറയുന്നത് ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു 3 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ആ 3 ബ്രാഞ്ചസിനകത്തും മാർക്കറ്റിംഗ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഓരോ മാർക്കറ്റിംഗ് പറഞ്ഞ ഗ്രൂപ്പും ഏത് കാറ്റഗറീൻ്റെ അണ്ടറിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഈ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നെയിം പറയുന്നത് ഹെഡ് ഓഫീസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഹെഡ് ഓഫീസ് പറഞ്ഞൊരു കാറ്റഗറി ഇവിടെ ക്രിയേറ്റ് ചെയ്യണത്. അലോക്കേറ്റ് റവന്യൂ നോൺ റവന്യൂ ഒക്കെ എസ് ആക്കി കൊടുക്കാം. അതാണ് ആക്സെപ്റ്റ് ചെയ്യാം. ഞാനൊരു കാറ്റഗറി കൊടുക്കാം എന്ത് കൊടുക്കാം. അപ്പോൾ പാലക്കാട് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ പാലക്കാട് നിന്ന് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 എംപ്ലോയി കാറ്റഗറിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാറ്റഗറീസ് എവിടെ വരുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾട്ടർ പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് എംപ്ലോയി കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹെഡ് ഓഫീസ് പാലക്കാട് അതുപോലെ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ 2 എംപ്ലോയി കാറ്റഗറി നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. സപ്പോസ് ഏതെങ്കിലും ഒരു കാറ്റഗറി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾട്രേഷൻ ചെയ്യണമെങ്കിൽ ഓൾട്രേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എംപ്ലോയീസ് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ മറ്റു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഡിലീറ്റ് ഓപ്ഷൻ അവിടെ ഡിസേബിളായി കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൾട്ടർ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഓൾട്ടർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം, യെസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എംപ്ലോയി കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നതും ഓൾട്ടർ ചെയ്യുന്നതും അതുപോലെ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്താ കാരണം വെച്ചാൽ ആ ഒരു എംപ്ലോയീസ് പറഞ്ഞ കാറ്റഗറി നമ്മൾ വേറെ ഭാഗത്ത് യൂസ് ചെയ്തുകൊണ്ടാണ് ഡിലീറ്റ് ആവാത്തത്. ഇനി മൾട്ടിപ്പിൾ എംപ്ലോയി കാറ്റഗറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് നിന്ന് എംപ്ലോയി കാറ്റഗറി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മൾട്ടി മാസ്റ്റേഴ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് മൾട്ടി ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ദ കാറ്റഗറി വന്നിട്ട് നമ്മൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാറ്റഗറി പറയുന്നത് സബ് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ സബ് ബ്രാഞ്ച് എന്ന് കൊടുക്കാം. അതുപോലെ റവന്യൂ ഐറ്റംസ് രണ്ടും എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ സെറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ബ്രാഞ്ച് നമുക്കിവിടെ കൊടുക്കാം. ഞാനിവിടെ മെയിൻ ബ്രാഞ്ച് എന്ന് കൊടുക്കാം, എൻ്റർ അടിക്കാം. അതുപോലെ അത് റവന്യൂ നോൺ റവന്യൂ ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നമുക്ക് എത്ര കാറ്റഗറി ഉണ്ടോ അത്രയും കാറ്റഗറി ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്പിൾ എംപ്ലോയി കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെയിൻ ബ്രാഞ്ച് അതുപോലെ സബ് ബ്രാഞ്ച് എല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ എംപ്ലോയി കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയി ഗ്രൂപ്പാണ്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എംപ്ലോയി ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ എംപ്ലോയി ഗ്രൂപ്പ് ക്രിയേഷൻ പേജ്. ഇതിനകത്ത് ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയി ഗ്രൂപ്പ് ഏതിൻ്റെ കാറ്റഗറീൻ്റെ അണ്ടറിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹെഡ് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ മെയിൻ ബ്രാഞ്ച് ഉണ്ട്, സബ് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹെഡ് ഓഫീസ് സെലക്ട് ചെയ്യേണ്ടത്.
അതുപോലെ നെയിം പറയുന്നത് ആ ഒരു സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ എംപ്ലോയി ഗ്രൂപ്പിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മാർക്കറ്റിംഗ് എന്ന് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് എൻ്റർ ചെയ്യുക. അണ്ടർ ഗ്രൂപ്പ് വന്നിട്ട് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ സാലറി ഡിഫൈൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് നോ തന്നെ കൊടുക്കാം. എസ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളവിടെ പേ ഹെഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഡിഫൈൻ സാലറി ഡീറ്റെയിൽസ് പറഞ്ഞ് ഞാൻ നോ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെ അണ്ടറിൽ മാർക്കറ്റിംഗ് പറഞ്ഞൊരു എംപ്ലോയി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതെങ്ങനെ നമ്മൾ ഓൾട്ടർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഓൾട്ടർ പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അകത്ത് എംപ്ലോയി ഗ്രൂപ്പ് സെലക്ട് ചെയ്തത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റിംഗ് പറഞ്ഞ എംപ്ലോയി ഗ്രൂപ്പ് ഇവിടെ കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നെസസറി അപ്ഡേഷൻസ് ഒക്കെ നടത്താവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു എംപ്ലോയി ഗ്രൂപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതവിടെ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എംപ്ലോയി ഗ്രൂപ്പ് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. മൾട്ടിപ്പിൾ എംപ്ലോയി ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അതിനകത്ത് എംപ്ലോയി ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ സ്ക്രീനകത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടി മാസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് മൾട്ടി ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ അണ്ടർ എംപ്ലോയി ഗ്രൂപ്പ് ഓൾ ഐറ്റം സെലക്ട് ചെയ്യാം. പ്രൈമറി കോസ്റ്റ് കാറ്റഗറീൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ ഹെഡ് ഓഫീസ് എന്നുള്ളൊരു കാറ്റഗറി സെലക്ട് ചെയ്യാം. അതുപോലെ എംപ്ലോയി ഗ്രൂപ്പ് നമ്മൾ മാർക്കറ്റിംഗ് ഓൾറെഡി സെറ്റ് ചെയ്ത് ഇനി വേണമെങ്കിൽ സെയിൽസ് എന്ന് കൊടുക്കാം. അല്ല അണ്ടർ ഏതിൻ്റെ സെക്ഷനിലാണോ വരുന്നത് ആ ഒരു ഗ്രൂപ്പ് ഇവിടെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈമറി തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ സബ് ബ്രാഞ്ചുമായിട്ട് കൊടുക്കാം. അതും സെയിൽസ് തന്നെ സെലക്ട് ചെയ്യുക, സബ് ബ്രാഞ്ചിലുള്ള സെയിൽസ്, പിന്നെ അത് പ്രൈമറി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ എംപ്ലോയി ഗ്രൂപ്പ് ഇതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു എംപ്ലോയി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പേറോൾ മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ എംപ്ലോയി സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മുടെ കാറ്റഗറി എന്താണോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ നെയിം നമ്മളിവിടെ എന്താ വെച്ചാൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ രാഹുൽ എന്ന് കൊടുക്കുന്നുണ്ട്. ഏലിയസ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അണ്ടർ പറയുന്നത് പ്രൈമറി സെലക്ട് ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ജോയിനിങ് 1 April 2024 കൊടുക്കുന്നത്. ഡിഫൈൻ സാലറി ഡീറ്റെയിൽസ് ഞാനിവിടെ തൽക്കാലം നോ കൊടുക്കുന്നത്, കാരണം പേ ഹെഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സാലറി ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മുടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാലറി ഡീറ്റെയിൽസിൻ്റെ സെക്ഷനാണ് വരിക. അപ്പോൾ ഇവിടെ പേ ഹെഡ്സ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പേ ഹെഡ്സ് പറയുന്നത് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അത് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഒരു സാലറി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളത് പേ ഹെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നോ തന്നെ കൊടുക്കുന്നുണ്ട്. ജനറൽ ഇൻഫർമേഷനാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. എംപ്ലോയീൻ്റെ നമ്പർ എന്താണോ അതവിടെ സെറ്റ് ചെയ്യാം. അവരുടെ ഡെസിഗ്നേഷൻ എന്താണോ അത് സെറ്റ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ഇവരുടെ ഫങ്ഷൻ എന്താണ്, ഏത് ലൊക്കേഷനിലാണ് അവരുടെ സ്ഥലം, അതുപോലെ ജെൻഡർ എന്താണ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ അഡ്രസ്സ് കൊടുക്കാം, ഫോൺ നമ്പർ, ഇമെയിൽ. പിന്നെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇയാളുടെ കറസ്പോണ്ടിങ് ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. അതുപോലെ ടാക്സ് ഉണ്ടെങ്കിൽ അത് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇൻകം ടാക്സ് ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഇത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാഹുൽ പറഞ്ഞ ഒരു എംപ്ലോയീനെ നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ എംപ്ലോയീസിനെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എംപ്ലോയിനെ എങ്ങനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾട്ടർ പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് എംപ്ലോയി സെലക്ട് ചെയ്യാം. ഇപ്പോൾ രാഹുൽ പറഞ്ഞൊരു എംപ്ലോയിനെ നമ്മളുടെ കാറ്റഗറി പ്രൈമറി കോസ്റ്റ് കാറ്റഗറിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ മോഡിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡിഫിക്കേഷൻ അവിടെ സേവ് ആയിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു രാഹുൽ പറഞ്ഞൊരു എംപ്ലോയി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൾട്ട് ഡി പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എംപ്ലോയി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഗ്രൂപ്പ് കാറ്റഗറി ഒക്കെ ചെയ്ത പോലെ എംപ്ലോയീസും അതുപോലെ മൾട്ടി എംപ്ലോയി ക്രിയേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് സെലക്ട് ചെയ്യാം, എംപ്ലോയി സെലക്ട് ചെയ്യാം, മൾട്ടി മാസ്റ്റർ സെലക്ട് ചെയ്യാം, അതിനകത്ത് മൾട്ടി ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ അത് നമുക്ക് മൾട്ടിപ്പിൾ എംപ്ലോയീൻ്റെ ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എംപ്ലോയി ഗ്രൂപ്പ് ഞാൻ ഓൾ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് ഹെഡ് ഓഫീസ് എന്ന് കൊടുക്കാം. അതുപോലെ എംപ്ലോയി നെയിം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ അനു എന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ. അതുപോലെ അണ്ടർ ഏതിൻ്റെ ഗ്രൂപ്പിലാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് മൊത്തം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ആ ഒരു മാർക്ക് സെക്ഷൻ എടുക്കുന്നത്. അതുപോലെ പാൻ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ആളിൽ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. സബ് ബ്രാഞ്ച് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് നമ്മൾ സെയിൽസ് പേര് വന്നിട്ട് എന്തെങ്കിലും കൊടുക്കാം, ശ്രീദേവി എന്ന് കൊടുക്കാം. അതുപോലെ നമ്മുടെ സബ് ബ്രാഞ്ചിൻ്റെ അണ്ടറിൽ നമ്മൾ ഗ്രൂപ്പ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതവിടെ പ്രൈമറി മാത്രം വന്നിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ എംപ്ലോയി ഒരൊറ്റ സ്ക്രീനിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് ഓൾട്ടറും ചെയ്യാം. അതായത് നമ്മൾ ആ ബാക്ക് അടിച്ചിട്ട് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്നും മൾട്ടി വാസ് സെലക്ട് ചെയ്തിട്ട് മൾട്ടി ഓൾട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്ന് എൻ്റർ അടിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്പിൾ എംപ്ലോയി ക്രിയേഷൻ അപ്ഡേറ്റ് ഉണ്ടാവും. പേറോളിൽ ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ക്രിയേഷനാണ്. നമ്മൾ സ്റ്റോക്കിലൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഇവിടെയും യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഇവിടെ വന്നിട്ട് ഹവേഴ്സ് മിനിറ്റ് ആ ഒരു മെത്തേഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പേറോൾ മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ യൂണിറ്റ് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് ക്രിയേഷൻ പേജ്. ഇതിനകത്ത് ടൈപ്പ് പറഞ്ഞ സിമ്പിളും ഉണ്ട്, അതുപോലെ കോമ്പൗണ്ടും ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ സിമ്പിളാണ് എടുക്കുന്നത്. സിമ്പിളിൽ വന്നിട്ട് നമ്മളിവിടെ ഹവേഴ്സ് എന്ന് കൊടുക്കാം. അതിൻ്റെ ഫോർമൽ നെയിം പറയുന്നത് ഹവേഴ്സ് എന്ന് സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ യൂണിറ്റ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹവേഴ്സ് ഉണ്ടോ എന്ന്. ഇതിനകത്ത് ഹവേഴ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. നോട്ട് അപ്ലിക്കബിൾ വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കത് വേണ്ട. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിമ്പിൾ യൂണിറ്റായ ഹവേഴ്സ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഇനി നമുക്കിതുപോലെ തന്നെ കോമ്പൗണ്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമ്പിളിൽ നിന്ന് നമ്മൾ കോമ്പൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു പേജാണ് വരുന്നത്. അപ്പോൾ ഇതിന് മിനിറ്റ്സ് പറഞ്ഞൊരു യൂണിറ്റ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് പോകേണ്ടത്. അപ്പോൾ ഞാൻ ക്രിയേറ്റിൻ്റെ അവിടെ മിനിറ്റും കൂടി കൊടുക്കണ്ട്. അങ്ങനെയുണ്ട് മിനിറ്റ് നോട്ട് അപ്ലിക്കബിൾ, അത് ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് കോമ്പൗണ്ടിൻ്റെ അകത്ത് പോവാം. പിന്നെ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഹവേഴ്സ് എന്നാണ്. ഹവേഴ്സ് ഓഫ് പറയുന്നത് 60 കൊടുക്കുന്നത്. അത് 60 മിനിറ്റ്സ് എന്താണ് 1 hour ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എൻ്റർ അടിക്കുക, ഇവിടെ മിനിറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 60 മിനിറ്റ്സ് ആകുമ്പോൾ അത് 1 hour ആയിട്ടായിരിക്കും ആ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 യൂണിറ്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോമ്പൗണ്ടും പിന്നെ ഒന്ന് സിമ്പിളും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂണിറ്റ്സ് എങ്ങനെ ഓൾട്ടർ ചെയ്യാൻ നോക്കാം. ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ടർ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, യൂണിറ്റ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മിനിറ്റ്, അതുപോലെ ഹവേഴ്സ് ഓഫ് 60 മിനിറ്റ് ഹവേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സപ്പോസ് ഈ ഒരു യൂണിറ്റ് നമുക്ക് വേണ്ടെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് വേറെ എവിടെയും യൂസ് ചെയ്തിട്ടില്ല വെച്ചാൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, കോമ്പൗണ്ട് യൂണിറ്റിനകത്ത് നമ്മൾ ഹവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ യൂണിറ്റും അതുപോലെ കോമ്പൗണ്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ ഓൾട്ടർ ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പർട്ടിക്കുലർ എംപ്ലോയി എത്ര ദിവസം പ്രസൻ്റായി അല്ലെങ്കിൽ എത്ര ദിവസം ആബ്സെൻ്റ് ആയി, അവർ പെർ ഡേ എത്രയാണ് അവർ ഡെയിലി വേജസ് വാങ്ങിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യാനാണ് നമ്മൾ അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനകത്ത് അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് ക്രിയേഷൻ പേജ്. ഇതിനകത്ത് ഞാൻ പ്രസൻറ്റ് ഡേയ്സ് ആണ് ആദ്യം നോക്കുന്നത്. പ്രസൻറ്റ് കൊടുത്തു, അതുപോലെ ഏലിയസ് നെയിം ഉണ്ടെങ്കിൽ കൊടുക്കാം. പ്രൈമറി ആയിട്ടാണ് അണ്ടർ കൊടുക്കുന്നത്. അതുപോലെ അറ്റൻഡൻസ് ലീവ് വിത്ത് പേ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ആബ്സെൻറ്റ് ഡേയ്സ് കൊടുക്കാം. ഇപ്പോൾ ആബ്സെൻറ്റ് കൊണ്ട് കൊടുത്തു. ഇവിടെ വന്നിട്ട് ലീവ് വിത്തൗട്ട് പേ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓവർ ടൈം ഉണ്ടെങ്കിൽ അത് ഓവർ ടൈം എന്ന് കൊടുക്കാം. അപ്പോൾ ഓവർ ടൈം പറയുന്നത് ഒരു ഫിക്സഡ് അല്ലല്ലോ, അത് ഒരു ദിവസം ഓവർ ടൈം കിട്ടി കഴിഞ്ഞാൽ വേറെ ദിവസം നമ്മൾ ഓവർ ടൈം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ്റെ അണ്ടറിൽ വരുന്നത്. അത് ഓവർ ടൈം കൊടുക്കുക. അറ്റൻഡൻസ് ടൈപ്പ് പറയുന്നത് പ്രൊഡക്ഷൻ സെലക്ട് ചെയ്യാം.
അതുപോലെ യൂണിറ്റ് ചോദിക്കേണ്ടത് എത്ര ഹവേഴ്സിനാണ് നമ്മൾ ഓവർ ടൈം കൊടുക്കേണ്ടത്. അപ്പോൾ ഹവേഴ്സിനാണോ മിനിറ്റിനാണെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹവേഴ്സ് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ യൂസർ ഡിഫൈൻഡ് ആണ് കൊടുക്കുന്നത്. യൂസർ ഡിഫൈൻഡിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈ കലണ്ടർ എന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ. കലണ്ടർ അത് ഒരു പർട്ടിക്കുലർ ഡേയിൽ അവർക്ക് കൊടുക്കുന്ന എമൗണ്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെയിലി വേജസ് വാങ്ങിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ദിവസം പറയുന്നത് ഇപ്പോൾ ഒരു 500 rupees ആണെങ്കിൽ അപ്പോൾ അവർ എത്ര ദിവസം വന്നു ആ ദിവസം ഇൻറ്റു 340 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസർ ഡിഫൈൻഡ് കലണ്ടർ ടൈപ്പിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് ക്രിയേഷനകത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ എങ്ങനെ ഓൾട്ടർ ചെയ്യാം അല്ലെങ്കിൽ വ്യൂ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഓൾട്ടർ സെക്ഷനകത്ത് നിന്നും അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആബ്സെൻറ്റ് ഡീറ്റെയിൽസ് അതുപോലെ മൈ കലണ്ടർ ഓവർ ടൈം പ്രസൻറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഓൾട്ട് ഡി അല്ലെങ്കിൽ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റ് ചെയ്ത ആബ്സെൻറ്റ് പറയുന്ന അറ്റൻഡൻസ് ടൈപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ അറ്റൻഡൻസ് വൗച്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അറ്റൻഡൻസ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൗച്ചേഴ്സിൽ പോവാം. അതിനകത്ത് അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം അറ്റൻഡൻസ് പറഞ്ഞൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് പേറോൾ വൗച്ചേഴ്സിൻ്റെ അണ്ടറിലാണ് വരിക. അറ്റൻഡൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ. അപ്പോൾ ഞാൻ ഇവിടെ മാനുവലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ എംപ്ലോയി ആയ അനുവിനെ സെലക്ട് ചെയ്യേണ്ടത്. അവരുടെ എംപ്ലോയി നമ്പർ നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് പറയുന്നത് ആബ്സെൻ്റ് എടുക്കുന്നത്, എത്ര ദിവസം ആബ്സെൻ്റായി അതാണ് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ രണ്ടാമത്തെ ആളിനെ എടുക്കാം, രാഹുൽ. അതുപോലെ ഇത് പ്രസൻറ്റ് സെലക്ട് ചെയ്യാം, എത്ര ദിവസം പ്രസൻ്റ് ആയിട്ടുള്ളത് കൊടുക്കാം. അപ്പോൾ ഒരു വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ ഒരു 26 days ആണ് പ്രസൻ്റ് ആണെങ്കിൽ ആ 26 എന്ന് കൊടുക്കാം. ഇവിടെ ആബ്സെൻ്റ് ആയത് 1 day ആണെങ്കിൽ 1 day സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാനുവലായിട്ട് അറ്റൻഡൻസ് വൗച്ചർ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചതിന് ശേഷം എൻഡ് ഓഫ് ദ ലിസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അറ്റൻഡൻസ് വൗച്ചർ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മാനുവലായിട്ടാണ് അറ്റൻഡൻസ് വൗച്ചർ ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ ഓട്ടോ ഫില്ല് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിനെ അറ്റൻഡൻസ് രജിസ്റ്റർ ഫില്ല് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. അതർ വൗച്ചേഴ്സിനകത്ത് അറ്റൻഡൻസ് വൗച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഓട്ടോ ഫിൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്താലും മതി. ഞാൻ ഓട്ടോ ഫിൽ പറഞ്ഞ ബട്ടണാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അറ്റൻഡൻസ് ഓട്ടോ ഫില്ലാണ് കൊടുക്കുന്നത്. വൗച്ചർ ഡേറ്റ് നമ്മുടെ കറസ്പോണ്ടിങ് ഡേറ്റ് കൊടുക്കാം. അതുപോലെ എംപ്ലോയി കാറ്റഗറി ഏതാണെന്ന് ചോദിക്കും. ഇപ്പോൾ പ്രൈമറി ആണെങ്കിൽ അത് ഞാൻ ഇപ്പോൾ മെയിൻ ബ്രാഞ്ച് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹെഡ് ഓഫീസിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസും വരും. അപ്പോൾ ഇതിനകത്ത് അനു പറഞ്ഞൊരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മൾ ഓൾ ഐറ്റംസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കാറ്റഗറിയിലുള്ള അല്ല എല്ലാ ഗ്രൂപ്പിലുള്ള എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്നതായിരിക്കും. ഇനി ഇവിടെ അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് ഏതാ വേണ്ടത് ചെയ്യുന്നത്, പ്രസൻറ്റ് ആയതാണോ ആബ്സെൻ്റ് ആയതാണോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രസൻറ്റിൻ്റെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡീഫോൾട്ട് വാല്യൂ ടു ഫില്ല് അവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സോർട്ട് ബൈ പറയുന്നത് എംപ്ലോയി നെയിം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എംപ്ലോയിൻ്റെ നെയിം വരും, അവരുടെ എംപ്ലോയി നമ്പേഴ്സ് വരും. അവരുടെ അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്പ് പറയുന്നത് പ്രസൻറ്റ് നമ്മളവിടെ കൊടുത്തത് പ്രസൻറ്റ് വരും. നേരത്തെ നമ്മൾ മാനുവലായി ചെയ്യണമെങ്കിൽ അനു പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കണം, രാഹുൽ പറഞ്ഞ് സെലക്ട് ചെയ്യണം, ശ്രീദേവി പറഞ്ഞ് സെലക്ട് ചെയ്യണം. പക്ഷേ ഓട്ടോ ഫില്ലായി കൊടുക്കുകയാണെങ്കിൽ അതൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് എല്ലാ എംപ്ലോയീസും അതിനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ കാറ്റഗറീസിൽ എംപ്ലോയീസ് കൊടുത്തിട്ടുണ്ടോ ആ എല്ലാ എംപ്ലോയീസും നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ അനു പറയുന്നത് എത്ര ദിവസം പ്രസൻറ്റായി അത് ഇവിടെ കൊടുക്കാം. എൻ്റർ. നെക്സ്റ്റ് ആൾ എത്ര ദിവസം പ്രസൻറ്റായി, അടുത്ത ആൾ എത്ര ദിവസം പ്രസൻറ്റായി, ഈ ഡീറ്റെയിൽസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ ആക്സെപ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അറ്റൻഡൻസ് വൗച്ചർ മാനുവലായിട്ടും അതുപോലെ തന്നെ ഓട്ടോ ഫില്ലായിട്ടും എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.